നമസ്കാരം. ഇന്ന് ഈ വൈറ്റൽ ആർഎക്സിൽ പർച്ചേസ് ബിൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നും പർച്ചേസ് റിട്ടേൺ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. അതിനായി ആദ്യം ഞാൻ മുകളിലത്തെ പർച്ചേസ് ലിസ്റ്റിംഗ് പേജ് ഓപ്പൺ ചെയ്യും. സോ ബില്ല് ഏതാണ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത് ആ ബില്ല് നമ്മൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡ് മുകളിലായിട്ട് മോർ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ എഡിറ്റിലോട്ട് ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ നമുക്ക് സീരിയൽ നമ്പർ ഒഴിച്ച് ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്തതിന് ശേഷം സേവ് ചെയ്താൽ നമുക്ക് പർച്ചേസ് പേജ് എഡിറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു രീതിയിൽ. ഇനി നമുക്കിപ്പോൾ പർച്ചേസ് റിട്ടേൺ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. സോ നമുക്ക് 3 വിധത്തിലാണ് പർച്ചേസ് റിട്ടേൺ ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യം ബില്ലിൽ നിന്ന് എങ്ങനെയാണ് റിട്ടേൺ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഞാനൊരു പർച്ചേസ് പേജ് ഓപ്പൺ ചെയ്യണം. പർച്ചേസ് ബില്ലിംഗ് പേജ് ഞാനിപ്പോൾ ഒരെണ്ണം ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം ഏത് പ്രൊഡക്റ്റ് ആണോ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത് ആ പ്രൊഡക്റ്റിന് തൊട്ടായി ഒരു ബോക്സ് ഉണ്ടാവും. അതിലോട്ട് ടിക്ക് ചെയ്തിട്ട് വലതുഭാഗത്ത് മുകളിലായി ഒരു മോർ ഓപ്ഷൻ ഉണ്ടാവും. മോർ സെലക്ട് ചെയ്യുക. ദെൻ അതിൽ റിട്ടേൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പ്രീഫില്ലായിട്ട് വന്നിട്ടുണ്ടാവും. ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ പേരും പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ക്വാണ്ടിറ്റി എല്ലാം നമുക്ക് പ്രീഫില്ലായിട്ട് കിട്ടും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അതിനുശേഷം റിട്ടേൺ ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്യും. വിത്ത് GST ആണോ വിത്തൗട്ട് GST ആണോ എന്ന്. ദെൻ പേയ്മെൻറ്റ് മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്യും. പേയ്മെൻറ്റ് മെത്തേഡ് ക്രെഡിറ്റിലാണ് നമ്മൾ സേവ് ചെയ്യുന്നതെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രെഡിറ്റ് വൗച്ചറും ക്രിയേറ്റ് ആവും. അതിനുശേഷം നമ്മൾ സേവിലോട്ട് ക്ലിക്ക് ചെയ്യുക. സോ ഇത് നമ്മുടെ ആദ്യത്തെ മെത്തേഡാണ് പർച്ചേസ് റിട്ടേൺ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. മാനുവലി എങ്ങനെയാണ് റിട്ടേൺ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനായി മുകളിലത്തെ പർച്ചേസിലെ റിട്ടേൺ ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യും. ഇവിടെ നമുക്ക് പുതിയൊരു റിട്ടേൺ പേജിലോട്ട് ജനറേറ്റ് ആവും. നമുക്കിവിടെ എല്ലാ ഡീറ്റെയിൽസും മാനുവലി എൻ്റർ ചെയ്യേണ്ടി വരും. ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ പേര്, ബിൽ ഡീറ്റെയിൽ, പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ മാനുവലി ആഡ് ചെയ്യും. അതിനുശേഷം MRPയിലാണോ PTRയിലാണോ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത് അത് ആഡ് ചെയ്തതിന് ശേഷം ക്വാണ്ടിറ്റി ആഡ് ചെയ്യും. ദെൻ സെയിം മെത്തേഡ് നമ്മൾ റിട്ടേൺ ടൈപ്പ് സെലക്ട് ചെയ്യും. പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്തതിന് ശേഷം ബില്ല് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ റിട്ടേൺ ബില്ല് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നോൺ മൂവിങ് ഐറ്റം, എക്സ്പയറി ഐറ്റം ഡിസ്ട്രിബ്യൂട്ടർ വൈസ് എങ്ങനെയാണ് റിട്ടേൺ ചെയ്യുന്നത് നോക്കാം. അതിനായി മുകളിലത്തെ മോർ ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യും. അതിൽ ഡിസ്ട്രിബ്യൂട്ടർ ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നെയിം എന്നുള്ളൊരു ഓപ്ഷനിലോട്ട് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ പേര് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന പെർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. എത്ര പർച്ചേസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, പർച്ചേസ് റിട്ടേൺ ഡീറ്റെയിൽസ്, ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ലെഡ്ജർ ട്രാൻസാക്ഷൻസ്, ഹിസ്റ്ററി എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് എക്സ്പയർ ഐറ്റം, നോൺ മൂവിങ് ഐറ്റം ഉണ്ടാവും. സോ നമുക്കിവിടെ ഡേറ്റ് വൈസ് നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ഏതൊക്കെ ഐറ്റമാണ് എക്സ്പയർ ആയിട്ടുള്ളതെന്ന് ഡിസ്ട്രിബ്യൂട്ടർ വൈസ് ഫിൽറ്റർ ചെയ്തതിന് ശേഷം നമുക്ക് വലതുഭാഗത്തായി പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് ക്രിയേറ്റ് റിട്ടേൺ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. സോ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എക്സ്പയറി റിട്ടേൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ നോൺ മൂവിങ് ഐറ്റമിലും സെലക്ട് ചെയ്യുന്നത്. നോൺ മൂവിങ് ഐറ്റം നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ നമ്മൾ കാലണ്ടറിൽ ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് റിട്ടേൺ ക്രിയേറ്റ് ചെയ്യും. സോ വൺസ് നമ്മൾ റിട്ടേൺ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സെയിം മെത്തേഡ് പോലെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് പ്രീഫില്ലായി വരും. പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ്, ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം. അതിനുശേഷം നമ്മൾ GST വിത്തൗട്ട് GST ആണോ വിത്ത് GST ആണോ ആഡ് ചെയ്ത് പേയ്മെൻറ്റ് ആഡ് ചെയ്ത് റിട്ടേൺ ബില്ല് ക്രിയേറ്റ് ചെയ്യാം. സോ ഈ ഒരു 3 മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് പർച്ചേസ് റിട്ടേൺ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഈ വൈറ്റൽ ആർഎക്സ്.